നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. വേറെ എങ്ങുമല്ല, പണ്ട് രാജഭരണകാലത്ത് ഒരു ഡിഫൻസ് സിസ്റ്റമായി ഒരു കോട്ട ഉപയോഗിച്ചിരുന്നു. നമ്മുടെ വട്ടക്കോട്ട ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമായിരിക്കും. ഈ കോട്ട 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് പണിതതാണ്. പടയാളികളായ ക്യാപ്റ്റൻ ഡി ലാനോയ് എന്ന ഡച്ച് ഉദ്യോഗസ്ഥനാണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർണ്ണമായും മേൽനോട്ടം വഹിച്ചത്. 1741 യുദ്ധത്തിൽ തിരുവിതാംകൂർ സേന കീഴടക്കുകയും പിന്നീട് തൻ്റെ സേവനം രാജാവിനായി നൽകുകയുമായിരുന്നു. ശില്പകലയും നിർമ്മിത ശൈലി എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഓരോ ഘടനകളും കറക്റ്റ് കൊത്തി അതിൻ്റെ ഭാഗത്തിനാക്കി ഇവിടെ അടുക്കിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കിടക്കുന്ന കനത്ത മതിലുകളും കാവൽ മുമ്പുകളും കൊണ്ട് കോട്ട ഒരു കട്ടിയുള്ള സംരക്ഷണ ഭീതിയുള്ളതായി തീർന്നിരിക്കുന്നു. കോട്ടയുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് നേരെ, മറ്റേ ഭാഗം പശ്ചിമഘട്ട പർവ്വതനിരകൾക്കെതിരെ കാണിക്കുന്ന തരത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടുകളിൽ കടൽ മാർഗം വരുന്ന കൊള്ളക്കാരെയും ഒപ്പം കപ്പലുകളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലത്ത് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കടൽ മാർഗം വരുന്ന കപ്പലുകളെയും നിരീക്ഷിക്കാനും ഒപ്പം യുദ്ധമാർഗങ്ങൾ സ്വീകരിക്കാനും ഒപ്പം ഒരു ഡിഫൻസ് സിസ്റ്റമായും പീരങ്കികളും ബാക്കി പടയാളികളുടെ കാവൽപ്പടയായും ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. ചരിത്ര സ്മാരകം എന്ന നിലയിൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചരിത്രവും പ്രകൃതിയും ഒന്നിച്ചു ചേർന്ന മനോഹരമായ ഈ കോട്ട സന്ദർശകരിൽ ഒരുമ പകർന്ന ഒരു അനുഭവമാണ് നൽകുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായി വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്.